മലയാള സാഹിത്യത്തിന്റെ മഹാമേരു എം.ടി. വാസുദേവൻ നായർ വിട പറഞ്ഞിട്ട് ഇന്ന് 1 വർഷമാവുകയാണ്. കഥ, നോവൽ, തിരക്കഥ, സിനിമ തുടങ്ങി മലയാളിയുടെ ചിന്തയും സംസ്കാരത്തെയും ഒക്കെ അത്രമേൽ ആഴത്തിൽ സ്വാധീനിച്ച ഒരു എഴുത്തുകാരനായിരുന്നു എം.ടി. ഏത് ശൂന്യതയ്ക്ക് നടുവിലും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുക. എം.ടിയുടെ വരികളിലെ ഈ പ്രതീക്ഷയാണ് എം.ടി ഇല്ലെന്ന വലിയ ശൂന്യതയിലും മലയാളക്കരയെ മുന്നോട്ട് നയിച്ചത്. കഴിഞ്ഞ ആണ്ടിലെ ഈ ക്രിസ്മസ് ദിനത്തിലായിരുന്നു എം.ടിയുടെ പുറപ്പെട്ടു പോക്ക്. മരണം പിറവി പോലെ തന്നെ ഒരാഘോഷമാണെന്ന് എഴുതിവെച്ചാണ് എം.ടി മടങ്ങിയത്. കൂടല്ലൂർ എന്ന ഗ്രാമീണ ഭൂമികയിൽ നിന്നാണ് എം.ടിയുടെ എഴുത്തിന്റെ വിത്തുകൾ മുളച്ചത്. വയൽമണ്ണിന്റെ ഗന്ധവും നിളയുടെ മൃദുലപ്രവാഹവും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഭാഷയിലേക്ക് കുടിയേറി. പ്രണയത്തിന്റെ മാധുര്യവും വിരഹത്തിന്റെ വേദനയും ഒരുപോലെ മലയാളികൾക്ക് അനുഭവവേദ്യമാക്കുന്നു മഞ്ഞ്. ഭീമൻ എന്ന മനുഷ്യനെ വരച്ചിട്ട 2-ാം ഊഴം, കാലം, നാലുകെട്ട്, അങ്ങനെ പിറവിയെടുത്ത നോവലും കഥയും തിരക്കഥയുമെല്ലാം മഷിമണം മാറാതെ നമുക്കിടയിലുണ്ട്. എം.ടിയുടെ അക്ഷരങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം. അർഹിക്കുന്ന അംഗീകാരങ്ങളെല്ലാം എം.ടി എന്ന മനുഷ്യനെ തേടിയെത്തിയിരുന്നു. പക്ഷെ അപ്പോഴും ഒരു പിറന്നാളെങ്കിലും ആഘോഷിക്കാൻ കൊതിച്ച ബാല്യവും പരിഗണനയും സ്നേഹവും നിഷേധിക്കപ്പെട്ട കൗമാരവുമെല്ലാം എം.ടി എന്ന മനുഷ്യന്റെ മനസ്സിലെ തീരാ നോവായിരുന്നു. അത് മറയ്ക്കാനുള്ള മൂടുപടം മാത്രമായിരുന്നു പരുക്കനായ എം.ടി എന്ന ഭാവം. അറിയാത്ത ആഴങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളയാണ് എനിക്കിഷ്ടം എന്ന് പ്രഖ്യാപിച്ച എം.ടി ഒടുവിൽ നിളയുടെ ആഴങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്നു. ജനം, കോഴിക്കോട്.